ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് എന്നോട് കുറേ പേര് വളരെ കുറച്ച് പേര് ചോദിച്ച 2 ചോദ്യത്തിനുള്ള ഉത്തരം. അതുകൊണ്ടാണ് ഞാൻ പണ്ടത്തെ ലോങ് ഹെയർ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യം 1, അന്ന് ഞാൻ എൻ്റെ ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന്. 2, എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ. ആദ്യത്തെ ഉത്തരം പറയാം. അന്ന് ഞാൻ എൻ്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. അന്നെന്നല്ല ഇന്ന് വരെ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ മുടിയന്ന് അങ്ങനെ കിടക്കാൻ കാരണം അവരൊന്ന് ഷാമ്പു വാഷൊക്കെ ചെയ്തൊന്ന് ഡ്രൈ ചെയ്തതുകൊണ്ടാണ്. അടുത്തത് ഹെയർ കെയർ. എല്ലാവരും പറയുന്ന സ്ഥിരം ക്ലീശ ഡയലോഗ് തന്നെ എനിക്കും പറയാനുള്ളൂ. കാരണം എനിക്ക് എന്നെ തന്നെ നോക്കാൻ സമയം കിട്ടുന്നില്ല. പിന്നല്ലേ ഹെയർ, പിന്നെ ഈ മുടി. അത് ജെനറ്റിക്സ് ആണ് കേട്ടോ. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത്യാവശ്യം നല്ല മുടിയുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ദാ ഇവനെ കണ്ടില്ലേ? ഇവൻ്റെ അത്രയും പേരുദോഷം കേട്ട ഒരാൾ ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് ആരോ ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയത് കൊണ്ട് ഇത്രയും ഭംഗിയും ഗുണമൊക്കെ ഉണ്ടായിട്ടും ആളുകൾ തലയിൽ വെക്കാതെയും കളിയാക്കിയും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ ഒരാൾ. ഒന്നാലോചിച്ച് നോക്കിയാൽ ചില മനുഷ്യരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അത് പോട്ടെ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വളരെ കുറച്ചളവിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ കുറച്ച് ചെമ്പരത്തിപ്പൂവും ഉലുവയും ആടലോടകവും ഒരു ചെറിയ പീസ് കറ്റാർവാഴയും ഇച്ചിരി തുളസിയും ഒരാളെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, കറിവേപ്പില. ഇവരൊക്കെ കൂടെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരുപാട് ഹെയർ ഓയിൽ മാറി മാറി യൂസ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ സ്റ്റിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ തലയ്ക്ക് ചെറിയൊരു മസാജും കൊടുക്കുക. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ആകെ ചെയ്യുന്ന ഒരു ഹെയർ കെയർ ഇതാ. എൻ്റെ ഹെയർ ആകെ കെയർ ചെയ്യുന്നത് ഇയാളാ. അമ്മമ്മേൻ്റെ കണ്ടുപിടുത്താണ് കേട്ടോ അത്. ഇതുകൊണ്ട് മാത്രം മുടി കൊഴിച്ചിൽ അവസാനിക്കണമെന്നില്ല. ഒരുപാട് മെഡിക്കൽ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻ കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇതെൻ്റെ ഒരു കുഞ്ഞു ടിപ്പ്, അത് ഷെയർ ചെയ്തേ ഉള്ളൂ.